അല്ലേ താങ്കൾ അറിഞ്ഞ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിലെ വിവരം എന്താണ്? അല്ല, ഇപ്പൊ കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോ കിണറ്റിൽ നിന്ന് എടുക്കുകയുണ്ടായി. അതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ വിവരം എന്ന് പറയുന്നത്. ഓക്കെ, MLA, ഈ സംഭവത്തിൽ അടിമുടി ദുരൂഹതകളുണ്ട്. ഈ ഒരു പിഞ്ചു കുഞ്ഞാണ്, കുഞ്ഞിനെ കാണാതായ സംഭവമാണ്. തീർച്ചയായും അത് സ്വാഭാവികമായി കിണറ്റിൽ വീണെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ഇതിന് കണക്ട് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഒരു മുറിയില് തീപിടുത്തമുണ്ടായി. അതിൽ മണ്ണെണ്ണയുടെ സ്മെല്ല് അതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. MLA, അതായത് ഈ വീട്ടിൽ, ഈ താമസിക്കുന്ന വീട്ടിലെ ഒരു മുറിയിൽ തീപിടുത്തം ഉണ്ടായെന്നാണോ? അതെ 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 ഓക്കെ. അതെ. ഈ സമയത്തൊക്കെയാണ് ഈ കുട്ടിയെ കാണാതായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സമയം ഇതുമായിട്ടെല്ലാം കണക്ട് ചെയ്തിട്ടാണ്. ആ സമയത്താണ്, പുലർച്ചെയാണ്. എന്തായാലും 5 മണിക്ക് ശേഷം ആ സമയത്താണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇത് അച്ഛനൊപ്പം കിടന്നുറങ്ങിയ കുഞ്ഞിനെ പുലർച്ചെ അച്ഛന്റെ ശ്രദ്ധയിൽ ഇത് വരുന്നു, കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വിവരം വരുന്നു. അച്ഛൻ ഉറങ്ങി കിടക്കുകയായിരുന്നു എന്നാണ് അച്ഛൻ അമ്മയോട് പറഞ്ഞതായിട്ട് അമ്മ എന്നോട് പറഞ്ഞത്. അപ്പോഴും MLA, ഈ തൊട്ടടുത്ത് കിടക്കുന്ന കുഞ്ഞിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യത കുറവല്ലേ? എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ നമുക്കിപ്പോ നടത്താൻ കഴിയില്ലല്ലോ. ഇപ്പൊ നമ്മളെല്ലാവരും വളരെയധികം തരിച്ചു നിൽക്കുന്ന ഒരു സമയമാണിത്. കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് ഞാനുണ്ട്. പക്ഷെ നമുക്ക് നോക്കാൻ പോലും കഴിയാത്ത അത്ര ഒരു വലിയ ദാരുണമായ ഒരു സംഭവമല്ലേ നമുക്കിപ്പോ കുറിച്ച് കൂടുതൽ. പിന്നെ അച്ഛനോടും അമ്മയോടൊക്കെ ഈ സമയത്ത് കൂടുതൽ നമുക്ക് ചോദിക്കാനും കഴിയില്ല. അങ്ങനെ ഒരു എന്തായാലും പോലീസ് വളരെ ആക്റ്റീവായി ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമാകും ഇനി പോസ്റ്റ്മോർട്ടത്തിലേക്ക് കുഞ്ഞിനെ മാറ്റുക അല്ലേ? അതെ 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 അതെ. ശരി, വളരെയധികം നന്ദി MLA ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കുഞ്ഞിനെ അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നു എന്നുള്ളതാണ്. അഞ്ജു ജയപ്രകാശ് തുടരുന്നുണ്ട് നമുക്കൊപ്പം. അഞ്ജു, ഇപ്പോൾ വിൻസെന്റ് MLA പറഞ്ഞതനുസരിച്ച് വീടിനുള്ളിൽ തന്നെ ഒരു മുറിയിൽ ഒരു മണ്ണെണ്ണയുടെ ഗന്ധമുണ്ടായിരുന്നു, ഒരു മുറിയിൽ തീ പിടിച്ചതായുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു എന്നാണ്. തിരുവനന്തപുരം ബാലരാമപുരത്തെ കാണാതായ കുഞ്ഞിനെ, 2.5 വയസ്സുകാരിയായ കുഞ്ഞു മകളെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്.